പോകുന്നത് ഒരു റിവ്യൂ ആണ്. ഒരു 24K ഗോൾഡ് ബ്യൂട്ടി ബാർ, എനർജി ബ്യൂട്ടി ബാർ എന്നുള്ള ഒരു സംഭവമാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഇത് ഞാൻ ആമസോണിലാണ് കണ്ടത്. സോ ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ട് ഇതിന്റെ ഒരു ഇത് ആദ്യം തന്നെ ഇറങ്ങിയത് എങ്ങനെയാണ്. സോ എൻ്റെ ഉള്ളത് അത് ആ ഒറിജിനൽ പ്രോഡക്റ്റ് അല്ല. ഒരു ഹോളിവുഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് ഇത് ആക്ച്വലി മുന്നേ ഇത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ആക്ച്വലി $195 ആണ് കേട്ടോ. അത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോട്ടിങ് വന്നിട്ട് 24K കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ തന്നെ പിന്നെ ഒരു പ്രോഡക്റ്റ് ഇറങ്ങിയ പിന്നെ അതേപോലെ തന്നെ വേറെ പ്രോഡക്ട്സ് ഇറങ്ങുമല്ലോ. അപ്പൊ അതിന്റെ തന്നെ വില കുറഞ്ഞിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. പിന്നെ വേറെ ചെറിയ ചെറിയ കമ്പനീസ് കുറെ ഇറക്കിയിട്ടുണ്ട്. ഐ തിങ്ക് കൂടുതലും അത് ചൈന ബേസ്ഡ് കമ്പനീസ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ വാങ്ങിച്ചത് ഐ തിങ്ക് അറൌണ്ട് 400 റുപ്പീസിന്റെ ആണ്. ബട്ട് ഞാൻ വേറെയും കുറെ റിവ്യൂസ് നോക്കിയപ്പോൾ അവർ പറഞ്ഞു ആ ഒറിജിനലും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ലാന്ന്. കാരണം ഇത് ആക്ച്വലി മെയിൻ ആയിട്ട് ഒരു വൈബ്രേഷൻ ആണ്. ബട്ട് ചിലർ പറഞ്ഞു ഒറിജിനൽ ആണെന്നത്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഞാനത് യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1.5 months ആയി. സോ 1.5 months കണ്ടിന്യൂസ്ലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ഒരു പ്രോഡക്റ്റിന്റെ പെർഫോമൻസ് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ബ്രേക്കും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ ഇൻ ഓൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാൻ പോകുന്നത്. ലൈക്ക് നിങ്ങളിത് വാങ്ങിക്കണോ വേണ്ടേ നിങ്ങൾക്ക് എന്തായാലും വീഡിയോന്റെ എൻഡിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി നമുക്ക് വേഗം, ഞാൻ കൂടുതൽ വലിച്ചു നീട്ടില്ല കേട്ടോ, ഇനി നമുക്ക് വേഗം വീഡിയോ കാണാം. ഇങ്ങനത്തെ ഒരു പാക്കേജിംഗിലാണ് വരുന്നത്. എനർജി ബ്യൂട്ടി ബാർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നല്ലൊരു പാക്കേജിങ്, നല്ല ക്ലാസി, നല്ലൊരു സെക്യൂർഡ് പാക്കേജിംഗ് ആണ് കേട്ടോ. എന്തായാലും ഞാൻ കാണിച്ചത് ഇങ്ങനൊരു ഇതിലാണ് വന്നേക്കുന്നത്. ഈ ഒരു പൗച്ചിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ആൻഡ് എനിക്കിത് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബാറ്ററി ഉണ്ടായിരുന്നു. അത് കാരണം ഇതിൻ്റെ ഒരു മെക്കാനിസം ഞാൻ കാണിച്ചു തരാം. ബാറ്ററി ഇല്ലാണ്ടും ചിലർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇതാണ് പ്രോഡക്റ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുണ്ട്. ഇതാണ് പ്രോഡക്റ്റ്. ഇത് കുറച്ച് ഹെവി ആണ് കേട്ടോ, കുറച്ച് വെയിറ്റ് ഉണ്ട്. ഇത് ഈസി ടു യൂസ് ആണ് കേട്ടോ. അതെ, ഇവിടെ ഒരു ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഇങ്ങോട്ട് തിരിച്ച സൗണ്ട് കേൾക്കാനുണ്ടോ? ഒരു സൗണ്ട് ഉണ്ടാവും. സോ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേസിൽ വെക്കുമ്പോൾ നല്ല വൈബ്രേഷൻ ഉണ്ടാവും. നല്ല കാമിങ്, നല്ല റിലാക്സിങ് ആയിട്ട് തോന്നിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് ആക്ച്വലി അതായിരുന്നു. ലൈക്ക് ഈ പ്രോഡക്റ്റ് എനിക്ക് വലിയ ബ്യൂട്ടിഫിക്കേഷനും അതൊന്നും തന്നില്ലെങ്കിലും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു എഫക്റ്റ് എങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു സ്കിൻ കെയറിന് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനിത് ആക്ച്വലി വാങ്ങിച്ചത് കേട്ടോ. പിന്നെ വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി ഞാനിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. ബിക്കോസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഡേർട്ടും ഫേസിലിരുന്നിട്ട് ഇതും കൂടി യൂസ് ചെയ്താൽ നമ്മുടെ പോർട്സിൽ അത് കയറിയിരിക്കുള്ളൂ. അത് കാരണം നന്നായി വൃത്തിയാക്കി കഴുകിയിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യണം. അതായത് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോകാനായിട്ട് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫേഷ്യൽ ഓയിൽ, നിങ്ങളുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആയാലും യൂസ് ചെയ്താൽ മതി. ബിക്കോസ് നമ്മൾ ബെയർ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതിനൊരു എന്താ പറയുക, ആ ഒരു ഒഴുക്ക് പോലെ അതങ്ങനെ കിട്ടില്ല, ആ ഒരു ഫ്ലോ ഇത് പോവില്ല. അത് കാരണം എന്തായാലും നന്നായി ഹൈഡ്രേറ്റ് ചെയ്തിട്ട് ഒരു ഓയിൽ ബേസ്ഡ് മോയ്സ്ചറൈസർ, യുവർ ഫേവറേറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് ജെൻറ്റ്ലി ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എന്താ പറയുക, ഫാസ്റ്റ് ഫോർവേഡ് മോഡിൽ ഇടുന്നുണ്ട്. ബട്ട് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് സ്ലോയിലാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്വേർഡ് ആക്കിയിട്ടാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്, താഴേക്ക് വലിക്കരുത്. എപ്പോഴും അപ്വേർഡ് മൂവ്മെൻറ്റ്സിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൂയിഡിനെ ഇങ്ങനെ, ഇപ്പോൾ ഞാൻ സൈഡിൽ കാണിച്ചില്ല, സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ കഴുത്തിൻ്റെ ആ ഭാഗത്ത് എത്തുമ്പോൾ ഇറക്കി വിട്ടാൽ മതി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഈ ലിംഫറ്റിക് ഫ്ലൂയിഡ്സ് എന്നുള്ളത് അതിങ്ങനെ ഡ്രെയിൻ ഔട്ട് ആകുമ്പോഴാണ് നമ്മുടെ ആ ഫേസിലത്തെ ആ പഫിനെസ് പോവുക. അപ്പോൾ അങ്ങനത്തെ. പിന്നെ എൻ്റെ സ്മൈൽ ലൈൻസിൻ്റെ അവിടെ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ഇൻസ്റ്റൻറ്റ് ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ സ്മൈൽ ലൈൻസിൽ ആ ഇൻസ്റ്റൻറ്റ് ചേഞ്ച് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് ആ പൗച്ചിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാ പ്രാവശ്യവും എന്താ പറയുക, നിങ്ങൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ ഫേസും. അപ്പോൾ ഇത് ചെയ്ത ഉടനെയാണ് ഞാൻ അപ്ലിക്കും ലിപ്സ്റ്റിക് ഇട്ടു കേട്ടോ. ഇങ്ങനെയാണ് ഫേസ്. അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ്ലി ഒരു 3 weeks യൂസ് ചെയ്തിട്ടോ. അപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് യൂസേജിൽ തന്നെ നമ്മൾക്ക് ഒരു ഇൻസ്റ്റന്റ് എഫക്റ്റ് തരുന്ന ഒരു സംഭവമാണ് ഇത്. സോ ഇത് ഇവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി റിസർച്ച് ചെയ്തു എന്താണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്ലൂയിഡ്സ് ഇല്ലേ, ഈ ലിംഫറ്റിക് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഡ്രെയിൻ ഔട്ട് ചെയ്യാന്ന് നമ്മുടെ ഫേസിൽ. അപ്പോൾ നമ്മൾ കാലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര പഫി ആയിട്ടില്ലേ, ഈ ഇവിടെ ഒക്കെ ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ
അതിന് മലയാളത്തിലൊരു കാര്യം പറയുമല്ലോ, ഓക്കെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇങ്ങനെ ഇങ്ങനെ ഒരു പഫിനെസ് നമുക്ക് ഉണ്ടാവും ഫേസിന്. അപ്പോൾ അതിനെ ആ പഫിനെസ് ആ ഫ്ലൂയിഡ് ഡ്രെയിൻ ഔട്ട് ചെയ്യാനായിട്ടാണ് ഇതിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് മെയിൻലി അതിനാണ്. അപ്പോൾ ഇതിനൊരു ആക്ച്വലി ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ബട്ട് ഞാനിത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ലൈക്ക് നമ്മുടെ ഫേസിനെ ഇൻസ്റ്റന്റ്ലി ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഫീലാണ്. ബിക്കോസ് ഞാൻ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ ലൈക്ക് ഫസ്റ്റ് പാക്കേജ് എത്തി ഉടനെ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്തപ്പോൾ ഞാൻ ലൈക്ക് ഒരു സൈഡ് മാത്രം ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു ലിഫ്റ്റ്, ലൈക്ക് ഒരു സൈഡാണ് ലിഫ്റ്റ് അറിയുന്നുള്ളൂ, ആ സൈഡ് ഇങ്ങനെ ടയർഡായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഫസ്റ്റ് യൂസിൽ എക്സ്പീരിയൻസ് അതാണ്. പിന്നെ ഞാൻ ഒരു 1 week 2 week കണ്ടിന്യൂ ചെയ്തപ്പോൾ എനിക്ക് ആക്ച്വലി റിങ്കിൾസ് പ്രോബ്ലംസ് ഉണ്ട്. ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തല്ല, ഒരു കൊല്ലമൊക്കെ ആയപ്പോൾ ഒരു കുട്ടി എനിക്ക് കമന്റ് ഇടാറുണ്ട്. ഒരു കുട്ടിയല്ലോ, അങ്ങനെ 2-3 കമന്റ്സ് അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ നെറ്റി ചുളിക്കുന്നുണ്ട് മേക്കപ്പ് ഇടുമ്പോൾ. അതിപ്പോഴും ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഈ ചുളിച്ച് ഇവിടെ ഇങ്ങനെ ലൈൻസ് നല്ലോണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയാണ് കൂടുതൽ ഇത് യൂസ് ചെയ്തത്. എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്ന ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മുടെ ലൈൻസ് അതിന് ശരിക്കും നന്നായിട്ട് അത് ബ്ലർ ഔട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ ആ ലൈൻസിനെ കുറച്ച് നന്നായി ഫേഡ് ചെയ്തു, കുറച്ചെന്ന് പറയുന്നത് നന്നായി ഫേഡ് ചെയ്തു. ബട്ട് അത് കണ്ടിന്യൂസ് യൂസേജിൽ മാത്രമാണ്. ലൈക്ക് ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റന്റ് എഫക്റ്റ് ഉണ്ട്. ആ ഒരു എഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പിറ്റേ ദിവസം നമ്മൾ ഉറങ്ങിയിരിക്കുമ്പോഴേക്കും ആ ഒരു എഫക്റ്റ് പോകും. ബട്ട് ആ കണ്ടിന്യൂസ് യൂസേജിനാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് മനസ്സിലായത്. ബിക്കോസ് എനിക്ക് ലൈക്ക് വിസിബിൾ ഡിഫറൻസ് തോന്നിയത് എൻ്റെ ഈ ലൈൻസ് നന്നായി ഫേഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ബ്രേക്ക് എടുത്തു. അപ്പോൾ വേറെയും സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ആ പോയ ലൈൻസ് ഒക്കെ വീണ്ടും നോർമലായിട്ട് സാധാരണ പോലെ തന്നെ, അതായത് നമ്മൾക്ക് ഏജിങ് നാച്ചുറൽ പ്രോസസ്സാണ് ഏജിങ്. ആ ഏജിങ് പ്രോസസ്സ് എന്തായാലും നടക്കും. നമ്മളത് കൺട്രോൾ ചെയ്യാനോ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് എന്തായാലും കുറച്ചും കൂടിയും സ്പീഡിലാവും ഫോം ആവാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ തന്നെ ഡിലേ ചെയ്യാനേ പറ്റുള്ളൂ. നാച്ചുറൽ പ്രോസസ്സാണ് ഈ ഏജിങ്. അത് കാരണം നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ എന്തായാലും പറ്റില്ല കേട്ടോ. പിന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി ഇംപ്രൂവ് ചെയ്യും. ബിക്കോസ് നിങ്ങൾ ആ വൈബ്രേഷൻ ഫീൽ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ ഇതിന്റെ യൂസേജിലേക്ക് കിടക്കാം. സോ ഓവറോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് നമ്മളിപ്പോൾ ഇതിന്ന് വലിയ ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് അങ്ങനെ ഒരു മിറാക്കുലസ് പ്രോഡക്റ്റ് ഒന്നല്ല. ബട്ട് ഒരു സ്കിന്നിന് ഒരു ചെറിയൊരു ഡിഫറൻസ് എന്തായാലും, വിസിബിൾ ഡിഫറൻസ് എന്തായാലും കാണുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അത് ഇൻസ്റ്റന്റ്ലിയും കാണും. അപ്പോൾ ഇൻസ്റ്റന്റ്ലി എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം ഓർ സേ ഫോർ ബ്രൈഡ്സ് ഇതൊന്ന് നമ്മുടെ ഫേസിനൊന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഈ റിങ്കിൾസ് റിഡക്ഷൻ ഒക്കെ കുറച്ചാണ്, അങ്ങനെ മിറാക്കുലസ്ലി അല്ല, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ബട്ട് കണ്ടിന്യൂസ് യൂസേജിൽ നമ്മുടെ സ്കിന്നിന് എനിക്ക് സൈഡ് എഫക്ട്സ് ആയിട്ടൊന്നും തോന്നിയില്ല. നമ്മുടെ സ്കിന്ന് നല്ലൊരു കുറച്ചൊരു ടൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഫീലും നമ്മുടെ റിങ്കിൾസ് ചെറുതായിട്ട് ഇങ്ങനെ ഫേഡ് ആവുന്ന ഒരു ഫീലാണ്. സോ ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് ക്ഷമയോടുകൂടി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ഒരു ലോങ് ടേം നല്ലൊരു എഫക്റ്റ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഒരു ഇൻസ്റ്റന്റ് എഫക്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പൊ ലൈൻസ് ഒക്കെ വന്നാലും കുഴപ്പമില്ല, അതിപ്പോ എനിക്ക് മേജർ ചേഞ്ച് ഇല്ലാത്തൊരു അതായത് ഒരു മേജർ വിസിബിൾ ചേഞ്ച് തരുന്നില്ലല്ലോ, അപ്പോൾ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് ട്രൈ ചെയ്യേണ്ട. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെയാണ്, ലൈക്ക് ചെറിയതാണ്, ലൈക്ക് അതിൻ്റെ എഫക്റ്റ് ചെറുതാണ്, അങ്ങനെ ഒരുപാട് വിസിബിൾ അല്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ആള് ഇങ്ങനെ പെട്ടെന്ന് ആവില്ല, ബട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട് അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇങ്ങനത്തെ വേറെയും പ്രോഡക്ട്സ് നിങ്ങൾ എന്തെങ്കിലും ഓൺലൈൻ സൈറ്റ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്ത് പറയണം. ഞാൻ ട്രൈ ചെയ്യാൻ നോക്കാം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.